സർ, പാകിസ്ഥാന്റെ ഭീകരതയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നൽകാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്കുള്ള കേന്ദ്ര നിർദ്ദേശപ്രകാരം ശശി തരൂരിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പാർട്ടി ഒരിക്കലും ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയത്തിൽ എതിരാളികൾ ചിലപ്പോൾ ഉപയോഗിക്കും. BJP ഇയാൾ പക്ഷേ BJPക്കാരാണ്, ഇയാൾ BJPനെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ BJPക്കാർ ഉപയോഗിക്കും. അതില്ലല്ലോ രാഷ്ട്രീയത്തിൽ. അങ്ങനെ നമുക്ക് ചേരാത്തവർ മിടുക്കന്മാരാണെങ്കിലും സൈഡ് ലൈൻ ചെയ്യാന്നുള്ള രാഷ്ട്രീയത്തിൽ അലിഖിത നിയമമാണ്. അപ്പം അതിലൊരു പുതുമയൊന്നുമില്ല. പിന്നെ ഈ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ത്യയുടെ UN-ലേക്ക് അയച്ചത് വാജ്പേയി ആയിരുന്നു. അപ്പം രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ മോഡി പൊതുവെ അത്തരം കാര്യങ്ങൾ അങ്ങനെ കാണുന്ന ഒരാളല്ല. വേണമെങ്കിൽ ഔദാര്യം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിനും കഴിഞ്ഞവണ കൊടുക്കാൻ വേണ്ടി അത് കൊടുക്കാത്ത ആളാണ്. അപ്പോൾ ശശി തരൂരിന് ഇപ്പം കൊടുക്കാൻ കാരണം വെച്ചാൽ ശശി തരൂരിനെക്കാളും കേമന്മാരൊക്കെ ഈ നാട്ടിലുണ്ട്. ശശി തരൂർ അങ്ങനെ വലിയൊരു ഡിപ്ലോമാറ്റൊന്നും അല്ലല്ലോ. ഈസ് നോട്ട് എ ഡിപ്ലോമാറ്റ്. UN-ലെ ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗസ്ഥൻ ഡിപ്ലോമാറ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജയശങ്കർ ഡിപ്ലോമാറ്റാണ്, ഭദ്രകുമാർ ഡിപ്ലോമാറ്റാണ്, ആൻഡ് ശ്രീനിവാസ ഡിപ്ലോമാറ്റാണ്. അതെവിടെ കിടക്കുന്നു? UN-ലെ ഉദ്യോഗസ്ഥൻ എവിടെ കിടക്കുന്നു? പിന്നെ നമ്മൾ ഈ സ്വപ്നയെ വരെ ഡിപ്ലോമാറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്പീക്കറാന്ന് തോന്നുന്നു, ഷീസ് എ ഡിപ്ലോമാറ്റ് എന്ന് തോന്നിട്ടുണ്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ ഇയാളെ കൊണ്ട് കാര്യം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചെല്ലുണ്ട്. ഈ മരുമക്കളെ പറ്റി അമ്മായിയമ്മമാർ പറയുമ്പോൾ ഒരു പന്തിയിൽ കൊണ്ടുവച്ച് നിർത്താൻ പറ്റിയ ഒരാളാന്ന് പറയും. ഒരു എടുപ്പും അതിനുള്ള കാര്യമൊക്കെ എൻ്റെ വാപ്പാൻ്റെ ഒക്കെ ഒരു അപ്പഹാൻ്റെതായിരുന്നു. ഈ പെൺകുട്ടികളെ കെട്ടിൽ വാപ്പാക്ക് ഭയങ്കര എന്താ പറയുക, വാപ്പയുടെയും പോവുകയാണ് ഒന്നാമത്തെ കഷ്ടം. പക്ഷേ വാപ്പാക്ക് ഭയങ്കരമായിട്ടൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള മനുഷ്യനായിരുന്നു. പിന്നെ പൊളിറ്റിക്കലായ സ്വാധീനമൊക്കെ ഉള്ളതാണ്. എൻ്റെ ഉമ്മയുടെ ഉമ്മയും വാപ്പയും തമ്മിൽ ഒക്കെ തീരെ ചേരില്ല. പക്ഷേ ഇവർ ഉമ്മാനുമ്മാക്ക് വാപ്പാനെ ഭയങ്കര റെസ്പെക്റ്റാണ് ഈ കാരണം കൊണ്ട്. അപ്പോൾ ശശി തരൂർ അങ്ങനെ പറ്റിയ ഒരാളാണ്. പന്തി കൊണ്ടുവച്ച് നിർത്താം. ഈ രാഹുൽ ഈശ്വരനെ പോലെ മുടിയൊക്കെ ചീവി ഒരു കുർത്തയൊക്കെ കഴിച്ചിട്ട് ഉരുളൊക്കെ അങ്ങ് ചൂടാക്കി പിന്നെ തൊണ്ടയിലിട്ട പോലെ ഇംഗ്ലീഷും പറഞ്ഞ് അവിടെ നിന്നോളൂ. ഇതേ കടന്നു വന്ന പെണ്ണുങ്ങളൊക്കെ നോക്കും, ഈ പറയുന്ന സായിപ്പൊക്കെ നോക്കും. അങ്ങനെയൊക്കെ പറ്റും. അതുകൊണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരാൾ. എനിക്കങ്ങനെ ശശി തരൂർ അങ്ങനെ ഇപ്പം നിങ്ങൾ കേരളത്തിൽ ശശി തരൂർ എന്ന് പറയുന്നതല്ലാതെ കുറേ വിവാദം കൊണ്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്നതല്ലാതെ ശശി തരൂരിന് എങ്ങനെ ആളുകൾ അറിയുന്നത്? കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് നിങ്ങൾ കേരളത്തിൽ മാത്രം കിടന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയി ശശി തരൂർ. സാർ പറഞ്ഞതുപോലെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇവരെ ഈ ഒരു സംഘത്തിനെ അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരുകൾ നിർദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്രമാണെങ്കിലും ഒരു പാർട്ടി ആണെങ്കിലും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കേന്ദ്രത്തിൽ നിന്ന് ഡയറക്റ്റ് ഒരു വിളി ശശി തരൂരിന് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാടിൽ നിന്ന് കുറച്ചും കൂടി മാറി കുറച്ച് തീവ്ര ദേശീയമായ നിലപാട് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. രണ്ട്, കോൺഗ്രസ്സുകാരൻ അങ്ങനെ പറയുമ്പോൾ എങ്ങനെ ഒന്നും കൂടി ഈ ചാണക്യ തന്ത്രം അനുസരിച്ചിട്ട് ഏതായാലും പ്രമേയമുണ്ട്, കുറച്ചൊരു പഞ്ചസാര കുടിപ്പിക്കാന്ന് വിചാരിക്കും, കുറച്ചൊരു പ്രോത്സാഹനം കൊടുക്കുക. അപ്പം എന്നിട്ട് കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കുക. അതൊക്കെ അതിൻ്റെ തന്ത്രം. പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയമല്ലല്ലോ നമുക്ക് പ്രധാനം. ഒരു രാജ്യാന്തര യുദ്ധം നടക്കുമ്പോൾ രാഷ്ട്രീയമല്ല, രാജ്യമാണ്. അപ്പോൾ യുദ്ധം ആസ് ഓഫ് നൗ കോമ്പാക്റ്റ് നടക്കുന്നില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു ഓണാണെങ്കിൽ പോലും കോമ്പാക്റ്റ് നടക്കുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അത്തരം കാര്യം പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പം രാഷ്ട്രീയമാണ്. ശശി തരൂർ നിങ്ങൾ അങ്ങനെ പറയുന്ന പോലെ ഏറ്റവും വലിയ സംഭവമൊന്നുമില്ല. BJPക്കാർ തന്നെ ഏറ്റവും ഇഷ്ടംപോലെ ഡിപ്ലോമാറ്റ്സും ഒക്കെ ഉണ്ട്. മറ്റുള്ള പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ അതിന് കാര്യഗൗരവമുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതിലിപ്പോൾ നേതൃത്വത്തിലാണ്. അല്ല, ഇപ്പോൾ UN-ലുള്ള പെമ്പിള്ളേരൊക്കെ ഇവരെക്കാട്ടൊക്കെ ഭയങ്കര ഷാർപ്പാണ്. അത് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. ന്യൂ ജനറേഷൻ IAS ഓഫീസേഴ്സ് ഉണ്ട്, ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ പറയുന്നതിനൊന്നും പറയും ഇത് മിയർ പൊളിറ്റിക്സാണ്. വേണമെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അയോഗ്യതയൊന്നുമില്ല. പക്ഷേ ഈ BJP മോഡി ഇത്തരം കാര്യങ്ങളിൽ അത്തരം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് നോക്കി ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെ ഔദാര്യമൊന്നും കാണിക്കാറില്ല. തന്നെ ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിനെ വേണേൽ പ്രതിപക്ഷ നേതാക്കാമായിരുന്നു 2 ടൈം, ആക്കിയില്ലല്ലോ. എന്തുകൊണ്ടാണ്? സീറ്റില്ല ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാജ്പേയി അങ്ങനെ ആയിരുന്നില്ല. വാജ്പേയി കുറച്ചും കൂടി ഓപ്പോസിഷൻ ഒരു സ്പേസ് കൊടുക്കുകയായിരുന്നു. അത് അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം. അങ്ങനെയാണ് പിന്നെ നരസിംഹറാവു ഒക്കെ ഒരു ടൈപ്പ് വരുന്നത്. വാജ്പേയിൻ്റെ സമയത്ത് തന്നെ പേർഷ്യയിലോ മറ്റോ ഒരു ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് പോയത് ഈ ഇവിടെ യശീന്ദ്രൻ്റെ സമുദായം. അയാൾ പേർഷ്യൻ ഭാഷ അറിയാൻ തോന്നി. എനിക്ക് അയാളെ വലിയ ഇഷ്ടമൊന്നുമില്ല. അയാളായിരുന്നു പോയത്. അയാൾ വളരെ നന്നായി സംസാരിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് പൊളിറ്റിക്സാണ് വേണ്ട. ഈ ഒരു ചർച്ചകൾ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇന്ത്യൻ്റെ സൈഡ് ക്ലിയർ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഫൈനലി ഇപ്പം ലോകത്ത് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൊളീഗ്. ഒരു പക്ഷേ നമ്മൾ ഈ അണയുന്നതിന് മുമ്പുള്ള ഒരു ആളിക്കത്തൽ എന്നുള്ള രീതിയിലായിരിക്കില്ല. കാരണം നമുക്കറിയാം ഈ ഒരു സംഘർഷം പര്യവസാനിച്ചിട്ടില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും അവിടെ നിന്നും ഒരു അറ്റാക്കൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം ഇരിക്കുക തന്നെയാണ്. അപ്പോൾ ഇനി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലല്ലേ ഈ ചർച്ചകൾക്ക് ഇപ്പോൾ പോകുന്നത്. യുദ്ധം ഏത് സമയത്തും ഉണ്ടാവുമല്ലോ, യുദ്ധത്തിന് അങ്ങനെ വിരാമമൊന്നുമില്ല. യുദ്ധം ഏത് സമയം നമ്മൾ ബിലിജറൻ്റാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ, ചൈനയുടെ കാര്യത്തിൽ നമ്മൾ ബിലിജറൻ്റാണ്. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ അന്നേ പറഞ്ഞത് അങ്ങനെ ഒരു വലിയ യുദ്ധം രണ്ട് രാജ്യങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അവർക്ക് യുദ്ധം വേണ്ടിയിരുന്നു. അവർ തൽക്കാലം അവരുടെ ടാർഗറ്റ് അവർ ഫുൾഫിൽ ചെയ്തു ജനങ്ങളുടെ ഇടയിൽ. ഇവിടെ നമുക്കറിയാം പാകിസ്ഥാനാണ് അടി കിട്ടിയെന്നൊക്കെ, പക്ഷേ അവരുടെ ഇടയിൽ അവരാണ് യുദ്ധം ജയിച്ചിരിക്കുന്നത്. ട്രംപ് ഇടപെട്ടുകൊണ്ട് മാത്രം ഇന്ത്യനെ അടേഷ കൊല്ലണ്ടെന്ന് പറഞ്ഞതെന്നാണ് അവന്മാരെ പത്രത്തിൽ ചെയ്തത്. അവിടെ പാവങ്ങൾക്ക് അത് മതി, ദാരിദ്ര്യം പിടിച്ച പാവങ്ങളല്ലേ. പിന്നെ മാത്രമല്ല ഈ കെയർ ഓഫ് UN-ൻ്റെ അണവായുധം ഉപയോഗിക്കും ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞ് UN-ൻ്റെ മറ്റൊരു സംഭവം പാസ്സാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. UN-നല്ല IMF-ൻ്റെ പൈസയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏതാണ്ട് നടന്നിട്ടുണ്ട്. അവർക്ക് അത്രയേ ഉള്ളൂ, അവർ രാജ്യം ജയിക്കും, യുദ്ധം ജയിക്കും. അവർക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടില്ല. ഇനി നമ്മൾ ശശി തരൂരിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹത്തിന് പലപ്പോഴും കോൺഗ്രസ് ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തല്ലേ. അത് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു നേതൃസ്ഥാനത്തേക്കൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കോൺഗ്രസിനെ പറ്റി ഏറ്റവും വലിയ അവധം ശശി തരൂരിൻ്റെ പാർട്ടിയിലെടുത്താണ്. എടുക്കരുതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി ആയിരിക്കണം ഇത് കഴിവുള്ള ആളുകളെ. ശശി തരൂർ ഞാൻ ഈ പറയുമ്പോൾ തീരെ കഴിവില്ലാത്ത ആളൊന്നല്ല. അപ്പം കേരളത്തിലൊക്കെ നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. UN-ലൊക്കെ വലിയ പോസ്റ്റിലേക്ക് ഇരിക്കുന്ന മലയാളികൾ വേദമുണ്ട്. അവരൊന്നും ഇതുപോലെ മീഡിയനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഇമേജ് സൃഷ്ടിച്ചിട്ടില്ല. ഇയാൾ UN-ൽ ഇരിക്കുമ്പോഴും ഇയാൾ ഇവിടെ ഇമേജ് സൃഷ്ടിച്ചു. മനോരമയിൽ എഴുതിപ്പിക്കുക, മാതൃഭൂമിയിൽ എഴുതിപ്പിക്കുക, ഇവിടെ ആരെങ്കിലും ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ അവരെ UN കാണിക്കുക, എന്നിട്ട് അവർ ഗുഡ് വിൽ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അയാൾ കൊള്ളാവുന്ന ഒരു എന്താ പറയുക, ഒരു വണ്ടിതനാണ്, ഒരു ഏകാജി എഴുത്തുകാരനുമാണ്. അപ്പോൾ കേരളത്തിന് അതൊക്കെ ധാരാളം തന്നെയാണ്. അപ്പം കേരളത്തിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം അതിലുപരിയായിട്ട് ഈ പറയുന്നതിനെ മാതിരി സൂപ്പർലെറ്റീവ് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പം കോൺഗ്രസ്സിൽ നമുക്ക് ഇപ്പം നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഭേദം കേരളത്തിൻ്റെ പുറത്തുള്ള BJP എന്ന് തോന്നുന്നു. കുറച്ചും കഴിവുള്ള ആളുകൾക്ക് ഉയർന്നു വരാൻ ഉള്ളത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി പോലെ നിങ്ങൾക്ക് കെജ്രിവാളിനെക്കാട്ടും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ച് തട്ടിക്കളയും. CPM അങ്ങനെ ആയിരുന്നില്ല, CPM-ലും അത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഓൾറെഡി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്കാർ ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരില്ല. ഞാനൊരു എക്സാമ്പിൾ തന്നില്ല. ഞാൻ ഡൽഹിയും സിവിൽ സർവീസ് ഫോമൊക്കെ വിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഒരു നേതാവ് എന്നെ കണ്ടു ഭയങ്കരമായി നിർബന്ധിച്ച് അങ്ങയുടെ പാർട്ടിയിൽ ചേരാനൊക്കെ പറഞ്ഞ് അങ്ങയുടെ പത്രത്തിലൊക്കെ എഴുതിപ്പിച്ച്. ഞാൻ അന്നേ അങ്ങോട്ട് പറഞ്ഞതാണ്, എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് വെച്ചാൽ നിങ്ങളെ ഈ കൊടിയും പിടിച്ചിട്ട് ബസ്സിന് എല്ലാം അറിയാൻ പോലല്ല, ന്യായമായിട്ടുള്ള സമയത്ത് ഞാൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി പൊളിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 10 years എനിക്ക് തോൽക്കാവുന്നതാണെങ്കിൽ ഒരു സീറ്റ് കിട്ടിയിരിക്കും. അപ്പോൾ ഇയാളെന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിൻ്റെ ആ സുഖലോലുപത ഉണ്ടല്ലോ, അതിലങ്ങ് അഭിരമിച്ച് അവിടെ അങ്ങ് ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പിന്നെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടിയാൽ മതി എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ആളായിരുന്നില്ല. എന്നെ സമയം എൻ്റെ 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ് പൊളിറ്റിക്സ്. അപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയല്ല, പ്ലേസ്മെൻ്റ് ഒന്നും ആയില്ലല്ലോ. 4 വർഷം നമ്മൾ നിന്നിട്ട് പോലും നമ്മൾ ആളില്ലാത്തവരുടെ സംഘടന ജില്ലാ കമ്മിറ്റി പോലും നമ്മൾ എത്തുന്നില്ല. അപ്പോൾ ചോദിച്ചു, അല്ല അത് എളുപ്പമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞതല്ലേ എളുപ്പമല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ എവിടെയെങ്കിലും എത്തിയില്ലേ പിന്നെ നമ്മൾ താഴെ തട്ടിൽ വെറുതെ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയ രാഷ്ട്രീയം പോയി നമുക്ക് നിങ്ങൾ വേറെ ആളെ കിട്ടില്ല, എന്നെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി പ്രശ്നമൊന്നുമല്ല. ഞാൻ കുറച്ച് സെക്യുലറൊക്കെ ആയതുകൊണ്ട് നമുക്കൊക്കെ ഒരു സീറ്റൊക്കെ തരികയാണെങ്കിൽ അത് നോക്കേണ്ടത് എവിടെയാണ്? മലബാർ ഭാഗത്താണ്. മലബാർ ഭാഗത്ത് എൻ്റെ ഇപ്പോഴുള്ള സെക്യുലർ ക്രെഡൻഷ്യലും കൊണ്ട് പോയി കഴിഞ്ഞാൽ 10 വോട്ട് പോലും കിട്ടിയത്. കാരണം നിങ്ങൾ സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞാൽ അത് പുറത്ത് പറയാനുള്ളതാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരെ വിട്ടുവീഴ്ച ചെയ്യാത്തൊരു കാര്യം അക്കാര്യത്തിൽ തന്നെയാണ്. സെക്യുലറിസത്തിൽ ഞാൻ വിട്ടുവീഴ്ച ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു പൊസിഷനിൽ ഇവിടെ ഇരിക്കുകയായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ ഭാവി അവസാനം 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മളാർക്കും വേണ്ട, പുതിയ പിള്ളേർ വരും. അപ്പം 40 വയസ്സിന് മുമ്പ് എവിടെയെങ്കിലും
ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ കാര്യമില്ല, നമ്മൾ കറിവേപ്പിലാവും. ഞാൻ അതുകൊണ്ട് ചൊല്ലിട്ടു, ഞാൻ വന്ന് എനിക്ക് ശരിയാവില്ലത്, ഞാൻ എൻ്റെ കൃത്യമായ നിലപാടുകളായിട്ട് മുന്നോട്ട് പോകും. അല്ല, നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം, നിങ്ങൾക്ക് MP ആണ്, പിന്നെ MP ആണ്, MLA ആണ്, പിന്നെ MLA ആണ്, പിന്നെയും മന്ത്രിയാണോ? ഞങ്ങളൊക്കെ നമ്മളൊക്കെ വന്നിട്ട് നമുക്ക് ഒറ്റ ഓപ്ഷൻ ഉണ്ടായി, നമ്മൾ വന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രസംഗം ചെയ്ത് തരിക, നിങ്ങൾക്ക് പോയിന്റ്സ് പറഞ്ഞു തരാം. ഈ പണിയെടുക്കാൻ എന്നെ കൊണ്ട് എനിക്ക് പറ്റില്ല, തോന്നുന്നു. കൂടുതൽ ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചത്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം, ശശി തരൂരിനെ ഒരു ഇന്ത്യയിൽ ഇപ്പം BJP അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി ശശി തരൂർ പോയിട്ട് കാര്യമില്ലായിരുന്നു. പക്ഷേ അത് കോൺഗ്രസ് പോയി, കോൺഗ്രസ്സുകാർ എടുക്കുകയും ചെയ്തു. ആ കോൺഗ്രസ്സുകാർ എടുത്തതിനാണ് കോൺഗ്രസ്സുകാർ അനുഭവിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാനന്ന് അങ്ങനെയോട് പറഞ്ഞത്, ഒന്നെങ്കിൽ എനിക്ക് ജില്ലാ കമ്മിറ്റി വരണം, അല്ലെങ്കിൽ എനിക്കൊരു തോൽക്കാൻ പ്രശ്നമല്ല, ഒരു സീറ്റ് കിട്ടും. അതൊരു ഐഡൻറ്റിറ്റിയാണ്, അല്ലാതെ പിന്നെ നിങ്ങളൊന്നുമല്ല. അപ്പം ഇതേപോലെ ശശി തരൂരിന് കോൺഗ്രസ് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അയാളൊക്കെ 2 തവണ മന്ത്രിയാക്കി, 3 തവണ MP ആക്കി. പിന്നെ അയാളെ കയ്യിലിരിപ്പ്, അല്ലെങ്കിൽ അയാൾ ക്യാബിനറ്റിൽ വരിക, അതിൻ്റെ ഇടയ്ക്ക് അയാൾ ബിസിനസ്സും കല്യാണം കഴിക്കാൻ ഡിവോഴ്സ് ചെയ്യാനൊക്കെ പോയി. അപ്പം ഞാൻ പറയുന്ന ഒരു നീതീകരണം പോലും ശശി തരൂർ കോൺഗ്രസ് വിടുകയാണ് അയാൾക്ക് പറയാനില്ല. നന്ദിയുടെ തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ശശി തരൂർ പോകുമെന്നുള്ളൊരു നിലപാടിൽ തന്നെ എത്തിയിരിക്കുന്നു. അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം ഇതിൽ പോകണോ വേണ്ടയോ എന്നുള്ളത് ശശി തരൂരിൻ്റെ നിലപാട് മാത്രമാണ്, പോകണം എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. കോൺഗ്രസിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഹൈക്കമാൻഡ് മറ്റേതെങ്കിലും തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല. കിട്ടിയില്ലെങ്കിൽ അയാൾ പോകും, അദ്ദേഹം പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് കോൺഗ്രസ് ഇങ്ങനെ ഒരുപാട് തവണ ഒരു പാർട്ടിയുടെ സംഘടന ചട്ടക്കൂടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അവർ നടപടി എടുക്കും. ഇപ്പം നമുക്കറിയാം, ഈ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്ന ഒരു നിലപാടിലല്ല ശശി തരൂർ പറയുന്ന, രണ്ടും വിഭിന്ന അല്ല. നിലപാടിൽ പ്രശ്നമില്ല, കോൺഗ്രസിലും അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് നിലപാടൊക്കെ പറയാം. പക്ഷെ ഒരു പാർട്ടി പോകണ്ടെന്ന് വന്നിട്ട് പോവുകയാണെങ്കിൽ അച്ചടക്ക ലംഘനമാവും. അതൊരു പാർട്ടിക്കും വെച്ച് ഒപ്പിക്കാൻ പറ്റില്ല, രജനിക്കും വെച്ച് ഒപ്പിക്കാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ യു ഷുഡ് ഒബേ, സിസ്റ്റത്തെ നിങ്ങൾ ഒബേ ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.